പ്രതിപക്ഷ നേതാവിന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇനി ഈ വിവാദങ്ങൾ തുടരുമോ എന്നാണ് ചോദ്യം. ജിമ്മി, വിവാദങ്ങൾ തുടരുമോ? വിവാദങ്ങൾ തുടരും. കുറച്ച് ദിവസം കൂടെ പുതിയ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. കാരണം ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതനുസരിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തമാണ് കേരളത്തിൽ ഒരു സ്ഫോടന ശേഷിയുള്ള രണ്ട് ബോംബുകൾ പൊട്ടിക്കണം. ഒന്ന് BJPക്കെതിരെ, മറ്റൊന്ന് CPMനെതിരെ. കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഇതുവരെ നടത്താത്ത രീതിയിലുള്ള ഒരു മാധ്യമ പ്രതികരണമാണ് ഇന്ന് നമ്മൾ കണ്ടത്. വളരെ വികാരവിക്ഷുബ്ധനായി അദ്ദേഹം അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, നോക്കിയിരുന്നോ, നിങ്ങൾക്കെതിരെയുള്ള ബോംബ് ഞങ്ങൾ പൊട്ടിക്കും. അത് പ്രതിപക്ഷ നേതാവ് തന്നെ സംസാരിക്കുമോ അതോ മാധ്യമങ്ങൾ വഴി വരുമോ എന്നുള്ള കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു പ്രതികരണം നമ്മളൊരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല. 10, 20, 25 വർഷത്തെ 30 വർഷത്തെ ഓർമ്മയെങ്കിലും ഈ TV കാണുന്ന ആളുകൾ, ഈ പ്രോഗ്രാം കാണുന്ന ആളുകൾക്കുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കുക. എന്തിനായിരുന്നു ഇന്ന് അങ്ങനെ പറഞ്ഞത്? അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, കൻ്റോൺമെൻറ്റ് ഹൗസിലേക്ക് വിത്തുകാളയുമായി പ്രകടനം നടത്തി BJP. അത് തീർച്ചയായിട്ടും വിമർശിക്കപ്പെടേണ്ട, അപലപിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഒരു കോൺഗ്രസ് MLAക്കെതിരെ ഇത്തരമൊരു വിവാദമുണ്ടാകുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടെ ഇതിനകത്ത് കുരുക്കിയിടുക, അതിനിങ്ങനെ ഒരു ബിംബം ഉപയോഗിക്കുക, അതൊക്കെ വളരെ മോശമായ കാര്യമാണ്. അതിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും വിമർശിക്കുന്നതിന് കാര്യമൊക്കെയുണ്ട്. പക്ഷേ പക്ഷേ ഇതിനകത്തൊരു ഭീഷണിയുടെ സ്വരമാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ജനങ്ങളോട് കാര്യങ്ങൾ പറയുക, വിമർശിക്കുക, അതനുസരിച്ച് അതിൻ്റെ അടുത്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയുക, ഇതൊക്കെയാണ്. ഇത് പക്ഷേ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പക്ഷേ അദ്ദേഹം വികാരം കൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കാം. പക്ഷേ പുറത്തു വന്നത് ഭീഷണിയാണ്. ഭീഷണിയല്ല ഇത്തരം കാര്യങ്ങളിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊതുമണ്ഡലത്തിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ വിവരങ്ങളുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്വത്തോടുകൂടി പറയുക എന്നുള്ളതാണ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ആയാലും ഏതൊരു പൊതുപ്രവർത്തകൻ്റെ ആയാലും ഇനിയൊരു മാധ്യമ പ്രവർത്തകൻ്റെ ആയാലും എന്നെ അടക്കം ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ ജോലി. അല്ലാതെ കാണിച്ചു തരാം എന്ന് പറയുന്നതിനകത്ത് ഒരു ഇംപ്രൊപ്രൈറ്റി എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഒരു ഇംപ്രൊപ്രൈറ്റി ഉണ്ട്. ശരി, പോട്ടെ. പക്ഷേ നാളെ അദ്ദേഹം പറയേണ്ടി വരും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്തോ വളരെ വലിയ കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞാൽ മതിയായിരുന്നു. ഭീഷണിയുടെ സ്വരത്തിൻ്റെ പ്രശ്നം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കണക്ക് തീർക്കലാണ്. അങ്ങനെ കണക്ക് തീർക്കലല്ലോ ഇവിടുത്തെ വിഷയം. നമ്മൾ പ്രധാനപ്പെട്ട വിഷയത്തിൽ നമ്മൾ വഴിമാറി പോവുകയാണ്. സ്ത്രീകളെ ഉപദ്രവിക്കുന്ന, സ്ത്രീകളെ വേട്ടയാടുന്ന ഒരു പ്രവണതയെക്കുറിച്ചുള്ള വലിയ ചർച്ച നടക്കുന്ന സമയത്ത് നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നതിനകത്ത് അതൊരു വിഷയത്തിൽ നിന്നുള്ള ഒരു വഴിതിരിയലാണ്. കോൺഗ്രസിന് എന്തോ സംഭവിച്ചു, അതുകൊണ്ട് CPMനെതിരെയും BJPക്കെതിരെയും ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെയല്ല വിവാദങ്ങൾ പോകേണ്ടത്. ഒരു പക്ഷേ CPM ഇപ്പോൾ തന്നെ ചില പഴയ വീഡിയോ ടേപ്പുകൾ ഉയർന്നു വരുന്നുണ്ട്. 5 വർഷം 10 വർഷം പഴയ ഒരു വീഡിയോ ടേപ്പ് പുറത്തു വരുന്നു. പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിടുകയാണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അലക്കാണ്. അതല്ല വിഷയം. ഇവിടുത്തെ വിഷയം ഒരു MLA വളരെ ഗുരുതരമായ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. ഇന്നും ഒരു ഓഡിയോ ടേപ്പ് പുറത്തു വരുന്നു. ഇതനുസരിച്ചാണെങ്കിൽ 1, 2, 3, 4, 5 എണ്ണി തുടങ്ങിയാൽ ഇനിയും ഉണ്ടാവും. ഇനിയും എന്തൊക്കെയോ വരാണ്ടിരിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ഒരു MLAക്കെതിരെ എന്ത് നടപടി എടുക്കുന്നു, ഏത് നടപടി എടുക്കുന്നതാണ് ശരി എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിലനിൽക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ശരിയായോ? ഇനി തൽക്കാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വികാര വിക്ഷുബ്ധതയിൽ പറഞ്ഞാൽ പോലും അത് ശരിയായില്ല. പക്ഷേ നമ്മുടെ ചോദ്യം വിവാദങ്ങൾ തുടരുമോ എന്നുള്ളതാണല്ലോ. നാളെ 2 രീതിയിൽ വിവാദങ്ങൾ തുടരും. ഒന്ന്, ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അത് വളരെ വലിയ ബോംബാണെന്നാണല്ലോ, ഉറപ്പായിട്ടും വരും. ഇനി ഇത് പറഞ്ഞില്ലെങ്കിലോ കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി കൂടിയായിരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. 2 രീതിയിലും വിവാദങ്ങൾ തുടരാൻ പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇങ്ങനെ ഒരു വളരെ അപ്രതീക്ഷിതമായൊരു സാധനം പുറത്തു വന്നപ്പോൾ തിരിച്ചുള്ള പ്രതികരണങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ പെട്ടെന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞങ്ങൾക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു ചോദ്യം വന്നു, അപ്പോൾ മുകേഷിൻ്റെ കാര്യം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമല്ലേ, 2024 നടന്ന സംഭവമാണ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമല്ലെന്ന് പറഞ്ഞ് അദ്ദേഹവും ചെളിയിൽ പടുത്തൊലി തെന്നു വീണു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അബദ്ധങ്ങളും കുഴപ്പങ്ങളും കഴിഞ്ഞ് നടക്കാൻ പോകുന്നത്. ഇനി ഇത് വേറൊരു രീതിയിലേക്ക് പോകും. ഇവിടെ മാധ്യമങ്ങൾക്കൊരു വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ആരോപണത്തിന് വേണ്ടി ആരോപണങ്ങളല്ല, ആരോപണങ്ങളുടെ സത്യാവസ്ഥ, അതിനകത്ത് എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് അതിനകത്തെ ശരിയായ സമീപനം എന്നതുകൂടി കണക്ക് തീർക്കൽ എന്നുള്ളത് അത് കോൺഗ്രസിൻ്റെയും CPMൻ്റെയും BJPയുടെയും പ്രശ്നമായിരിക്കും. കേരളത്തിലെ മാധ്യമങ്ങൾക്കോ കേരളത്തിലെ ജനങ്ങൾക്കോ അതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല. കണക്ക് തീർക്കലല്ല ഇവിടുത്തെ വിഷയം. ആ കണക്ക് തീർക്കലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ വളരെ വലിയ കുഴപ്പമുണ്ട് താനും. ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയാം, കോൺഗ്രസ് അവരുടെ MLAയെ
പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുകയും പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത് ശരിയായ നടപടി തന്നെയാണ്. ഒരു പണത്തൂക്കം മുന്നിൽ തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. പക്ഷേ അത് കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ, കോൺഗ്രസിനകത്തുള്ള ആളുകളെ പോലും അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളിടത്ത് ഒരു പ്രശ്നം. അത് മറികടക്കാൻ വേണ്ടിയിട്ടാണോ ഇന്ന് പ്രതിപക്ഷ നേതാവ് പുതിയൊരു ആയുധം എടുത്തിട്ടത്? ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നത് പാലക്കാട് ഇതിൻ്റെ പേരിൽ തമ്മിൽ തല്ലി, ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടായി, തമ്മിൽ ആക്രമണം ഉണ്ടായി, വാട്സാപ്പ് ഗ്രൂപ്പിൽ വേറെ യുദ്ധങ്ങൾ, മറ്റു പരാതികളുടെ പേരിൽ വേറെ തർക്കങ്ങൾ, ഇതെല്ലാം ഉണ്ടായി എന്നാണ്. അത് കോൺഗ്രസിൻ്റെ ശോഭ കെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു പക്ഷേ നാളെ ഇതുപോലെയുള്ള വളരെ വലിയ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്കാകും പോകും. അതല്ല എങ്കിൽ CPM-ഉം BJP-യും കരുതിയിരിക്കുക, അമ്പ് കൊള്ളാത്തവരില്ല തുരുക്കളിൽ എന്ന് പറയുന്നത് പോലത്തെ കാര്യങ്ങൾ നമുക്കും കുറേ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇതിലേതാണ് വരുന്നത് നമുക്കറിയില്ല, ഉണ്ടോ എന്നറിയില്ല. പക്ഷേ അതിനകത്തെല്ലാം ഒരു കണക്ക് തീർക്കലുള്ള സ്വഭാവമുണ്ടെങ്കിൽ വ്യക്തിപരമായി ഞാൻ അതിൻ്റെ കൂടെ നിൽക്കില്ല. ഇതിനകത്തെ ശരി തെറ്റുകൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയുകയും മാറ്റി നിർത്തുകയും വേണം. ഇതിനകത്തുള്ള ശരിക്കുള്ള സത്യം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നായാലും അതിൻ്റെ ഡിഫൻസ് CPM-ൻ്റെ BJP-യുടെ ഭാഗത്തു നിന്നാലും കൂടെ നിൽക്കാം. അല്ലെങ്കിൽ ഈ തർക്കത്തിൽ എനിക്ക് താല്പര്യമില്ല. Meet the editors.